ഇപ്പൊ എല്ലാ 140 MLA-മാരും മരിച്ച വീട്ടിൽ ഓടിയെത്തും. കല്യാണത്തിന് തലേന്നേ വരും. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ വരും. പക്ഷെ നാടിന്റെ വികസനം, ഈ 5 കൊല്ലം കേരളത്തിൽ ഉണ്ടായ വികസനം എന്താണ്, അതിൽ തൃത്താലയിൽ ഉണ്ടായ വികസനം എന്താണ് എന്നാണ് 9-ാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഓരോ വോട്ടർമാരോട് ചോദിക്കേണ്ടത്. 10 വർഷം ബലറാം MLA ആയപ്പോൾ തൃത്താലയിൽ ഉണ്ടായ നേട്ടങ്ങളും 5 കൊല്ലം രാജേഷ് MLA മാത്രമല്ല, കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഗ്രാമവികസന വകുപ്പിൽ ചെയ്യാവുന്ന നേട്ടങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അങ്ങനെ ഒരു വകുപ്പ് മന്ത്രി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായി എന്ത് നേട്ടമുണ്ടായി എന്ന ആത്മപരിശോധന നടത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന 9-ാം തീയതി. അതുകൊണ്ട് നേരത്തെ എന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നവർ പരമാവധി പോകണം. രാഷ്ട്രീയ സാഹചര്യം ഒക്കെ അറിയാം. ഇന്ന് ഓരോ ദിവസം കഴിയുന്നിടത്തോളം യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി പ്രവാസികൾ ചിന്തിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് പോകാൻ പറ്റുന്നവർ പരമാവധി പോകണം. നിങ്ങൾ പോകുമ്പോൾ അതിന്റെ എഫക്ട് തൃത്താലയിൽ ഉണ്ടാവും എന്നൊരു യാതൊരു സംശയമില്ല. ബലറാം കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോൾ ഞാൻ നേരിട്ട് കണ്ടതാണ്. തൃത്താലക്കാരോട് ഒരു ആവേശം, അദ്ദേഹവുമായിട്ടുള്ള ബന്ധം, അദ്ദേഹത്തിന് ഇടക്കാലത്ത് ചില പ്രശ്നങ്ങൾ